നമസ്കാരം. സ്വത്തുക്കൾ പരസ്യപ്പെടുത്താതെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് ഇന്ത്യയിലെ മിക്കവാറും രാഷ്ട്രീയ നേതാക്കൾ. അതിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒന്നും വിഭിന്നരല്ല. സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണങ്ങളും മറ്റും ഒഴിവാക്കി ആഡംബരങ്ങളൊന്നുമില്ലാതെയാണ് മിക്കവാറും പേരും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതായത് പൊതു ഇടങ്ങളെന്ന് പറയുമ്പോൾ നാട്ടുകാർ കൂടുന്ന, പൊതുജനങ്ങൾ കൂടുന്ന ഫംഗ്ഷനുകൾ, അതൊരു കല്യാണമാവട്ടെ, അല്ലെങ്കിൽ ഒരു മരണവീടാകട്ടെ, അല്ലെങ്കിൽ പബ്ലിക് പ്രോഗ്രാം ഏതെങ്കിലും പൊതുപരിപാടി ആവട്ടെ, പാർട്ടി പരിപാടികളായിട്ട് ആകട്ടെ, എല്ലാ ഇടത്തും വളരെ സിമ്പിളായിട്ടേ പോകാറുള്ളൂ. എല്ലാ സ്വത്തുക്കളും ഒളിക്കുന്ന രീതിയിലാണ് കാലങ്ങളായി രാഷ്ട്രീയ നേതാക്കൾ പിന്തുടരുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ വിജയ് യുഗം, ആ വിജയ് യുഗവും കർണാടകയിൽ DK ശിവകുമാർ യുഗവും ആരംഭിക്കുന്നതോടെ ഇതിനൊരു അവസാനമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 624 കോടിയുടെ സ്വത്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പേരിലുള്ളത്. ഒന്നും രണ്ടുമല്ല, 624 കോടി. ഇതിൽ 313 കോടിയിലധികം രൂപ ബാങ്ക് നിക്ഷേപങ്ങളിലും സേവിങ്സ് അക്കൗണ്ടുകളിലുമായി മാത്രം നിക്ഷേപിച്ചിട്ടുണ്ട്. ഏകദേശം 220 കോടി രൂപ വിലമതിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ. നീലാങ്കരെ, സാലിഗ്രാം, മൈലാപ്പൂർ, ഷോലിംഗനല്ലൂർ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടികൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലുടനീളം കണ്ണായ സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ വ്യാപിച്ചു കിടക്കുന്നു വിജയുടെ. ഇതിനു പുറമെ 13 കോടിയുടെ ആഡംബര കാറുകളുണ്ട്. 13 കോടി. ഇതിൽ BMW i7 ഉണ്ട്, ലെക്സസ് 350 ഉണ്ട്, ടയോട്ട വെൽഫെയർ ഉണ്ട്, കാരവാൻ, ഈ വക മുന്തിയ ഇനം കാറുകളെല്ലാം അതിലുൾപ്പെടും. വിജയ് കോടികളുടെ സമ്പത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ കർണാടകയുടെ പുതുതായി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ ഒരുങ്ങുന്ന DK ശിവകുമാർ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ആഡംബരത്തെയാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരനായി നടിക്കാൻ, അങ്ങനെ നടക്കാൻ DK ശിവകുമാർ ശ്രമിച്ചിട്ടില്ല. പൊതു ഇടങ്ങളിൽ അദ്ദേഹം പതിവായി ആഡംബര വാച്ചുകളും ഡിസൈനർ സ്റ്റാഫുകളും ധരിക്കാറുണ്ട്. ഇതിന് അദ്ദേഹം ഒരിക്കലും ക്ഷമാപണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറിച്ച് തനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ശിവകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. ശിവകുമാറിന്റെ ആഡംബര വസ്തുക്കൾ ഒരു അടയാളമായി തന്നെ മാറിയിട്ടുണ്ട്. ഗുച്ചി സ്കാർഫുകൾ, അതുപോലെ ലൂയി വിറ്റൺ ഷോളുകൾ, കാർട്ടിയർ വാച്ചുകൾ, റോളക്സ് വാച്ചുകൾ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ്. അതൊക്കെ ധരിച്ചാണ് അദ്ദേഹം പുറത്തു പോകുന്നതും ഒക്കെ. ഇവയിൽ 54,000 രൂപയുടെ ഗുച്ചി സ്കാർഫ്, 1 ലക്ഷത്തിന്റെ ലൂയി വിറ്റൺ സ്കാർഫ്, 15 ലക്ഷം രൂപ മുതൽ 1.5 കോടിയുടെ വരെയുള്ള റോളക്സ് വാച്ചുമൊക്കെ ഉൾപ്പെടുന്നു. 2023 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂല പ്രകാരം 1413 കോടി 80 ലക്ഷം രൂപയുടെ ആസ്തിയാണ് DK ശിവകുമാറിന് ഉള്ളതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 1140 കോടി രൂപയുടെ സ്ഥാവര സ്വത്തുക്കളും 273 കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളും ഉൾപ്പെടുന്നു. അങ്ങനെയാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 265 കോടിയിലധികം രൂപയുടെ ബാധ്യതകളുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും ധനികരായ രാഷ്ട്രീയക്കാരിൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യം, ക്വാറികള്, വിദ്യാഭ്യാസ മേഖല തുടങ്ങിയവയിൽ നിന്നൊക്കെയാണ് അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ടൗൺഷിപ്പായ ബിഡിഗയിലെ ഗ്രേറ്റർ ബംഗളൂരു ഇന്റഗ്രേറ്റഡ് ടൗൺഷിപ്പിന് പിന്നിലെ പ്രധാന ശക്തിയും ശിവകുമാറാണ്.